ഒരു ദിവസം ഒരു റെയിൽവേ സ്റ്റേഷനിൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തുനിന്ന 50 പേരും ട്രെയിൻ തട്ടി മരിച്ചു. ഈ വാർത്ത കേട്ട എല്ലാവർക്കും വളരെയധികം അതിശയം. എന്താണ് സംഭവിച്ചത്? അതെങ്ങനെയാണ് ട്രെയിൻ കാത്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് 50 പേരും ട്രെയിൻ തട്ടി മരിച്ചത്? എന്നാൽ ആ പ്ലാറ്റ്ഫോമിലുള്ള ഒരാൾ മാത്രം ജീവനോടെ ഉണ്ടായിരുന്നു. അവിടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വന്ന റിപ്പോർട്ടർമാരെല്ലാം അയാളെ വളഞ്ഞു. എന്താണ് സംഭവിച്ചത്? ഇവരെല്ലാം എങ്ങനെയാണ് ട്രെയിൻ തട്ടി മരിച്ചത്? ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്രയും പേര് മരിച്ചുപോയി, നിങ്ങൾ മാത്രം എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അയാൾ പറഞ്ഞു, ട്രെയിൻ വരുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പിൽ പറ്റിയ ചെറിയൊരു തെറ്റാണ് എല്ലാവരുടെയും മരണത്തിന് കാരണം. അറിയിപ്പിൽ എന്ത് തെറ്റാണ് സംഭവിച്ചത്? എല്ലാവരും മലബാർ എക്സ്പ്രസിന് വേണ്ടി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ ഒരു സമയത്താണ് അറിയിപ്പ് വന്നത്. മലബാർ എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരും. ഈ അനൗൺസ്മെന്റ് കേട്ടതും പ്ലാറ്റ്ഫോമിൽ നിന്ന് ആൾക്കാരെല്ലാം പാളത്തിലേക്ക് എടുത്തു ചാടി. ആ സമയത്ത് വന്ന മലബാർ എക്സ്പ്രസ് ഇവരെല്ലാം അടിച്ചു തെറിപ്പിച്ചു. ഇത് കേട്ട് റിപ്പോർട്ടർ പറഞ്ഞു, എന്ത് പൊട്ടത്തരമാണ് അവർ ചെയ്തത്? നിങ്ങളൊരു ബുദ്ധിശാലി ആയതുകൊണ്ട് പാളത്തിൽ ചാടാതെ നിങ്ങൾ രക്ഷപ്പെട്ടു. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചാടാടുന്നത്? അയാൾ പറയുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പാളത്തിന് മുകളിൽ തലവെച്ച് കടക്കുകയായിരുന്നു. എന്നാൽ ഈ അനൗൺസ്മെന്റ് കേട്ടതും ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. പക്ഷെ ട്രെയിൻ എന്നെ പറ്റിച്ച് പാളത്തിലൂടെ തന്നെ വന്നു. ഈ വാർത്ത കേട്ട റിപ്പോർട്ടറിന്റെ കിളി പോയി.